Hi, hello friends, this is Rashmi. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബോട്ടിൽ പെയിന്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്ന് നമ്മളൊരു ഫേമസ് പെയിന്റർ വിൻസെന്റ് വാൻ ഗോ അല്ലെങ്കിൽ വിൻസെന്റ് വാൻ ഗോ എന്ന ഡച്ച് പ്രൊനൗൺസിയേഷൻ ഉള്ള ഒരു ഫേമസ് പെയിന്ററിന്റെ ആൽമണ്ട് ബ്ലോസം എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് ഇൻസ്പയർഡ് ആയിട്ട് നമ്മളത് ബോട്ടിലിന്റെ മുകളിൽ പെയിന്റ് ചെയ്യാൻ പോവുക. ഞാൻ ഇതുവരെ വേറെ എവിടെയും ഒരു ബോട്ടിലിന്റെ മുകളിൽ പെയിന്റിംഗ് ചെയ്തത് കണ്ടിട്ടില്ല. ഫാബ്രിക്, മഗ് എല്ലായിടത്തും ഉണ്ട്, പില്ലോ കവേഴ്സ്, ബെഡ് സ്പ്രെഡ് എല്ലായിടത്തും ഈ ആൽമണ്ട് ബ്ലോസമിന്റെ പ്രിന്റ് കണ്ടിട്ടുണ്ട്. ബട്ട് ആരും ബോട്ടിലിൽ ട്രൈ ചെയ്ത് കണ്ടില്ല. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഡേ. അതിന്റെ എക്സാക്ട് റീപ്രൊഡക്ഷൻ അല്ല ചെയ്തിരിക്കുന്നത്, അത് അത്ര ഈസി അല്ല, കാണുമ്പോൾ ഈസി പോലെ തോന്നും. ബട്ട് വിൻസെന്റ് വാൻ ഗോ അവര് ഇംപ്രഷനിസ്റ്റ് ആർട്ടിസ്റ്റ്, ആ ഒരു ടൈമിൽ റിയലിസ്റ്റിക് ആർട്ടിസ്റ്റ് ആയിരുന്നു, മോസ്റ്റ്ലി അൾട്രാ റിയൽ അല്ലെങ്കിൽ റിയൽ ആർട്ട് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അത്ര ഫേമസ് അല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ലൈഫ് ടൈം കഴിഞ്ഞിട്ടാണ് അവരുടെ പെയിൻറ്റിംഗ് ഒക്കെ ഫേമസ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മോഡേൺ പെയിൻറ്റിംഗ് ഒക്കെ ആ ഒരു പെയിൻറ്റിങ്സിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പോൾ കുറേ ഇംപ്രഷനിസ്റ്റ് ആർട്ട് എന്ന് പറഞ്ഞാൽ ബ്രഷ് സ്ട്രോക്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവരുടെ കുറേ ഫേമസ് പെയിൻറ്റിങ്സ് ഉണ്ട്, സ്റ്റാറി നൈറ്റ്, പിന്നെ ആൽമണ്ട് ബ്ലോസം, പിന്നെ സൺഫ്ലവർ, സ്റ്റിൽ ലൈഫ്, അങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. സോ ഈ പെർട്ടിക്കുലർ പെയിൻറ്റിങ് ആൽമണ്ട് ബ്ലോസം അവർ പെയിൻറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ, റീസൺ എന്തിനാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു ഷേപ്പ് ബോട്ടിൽ എനിക്ക് കിട്ടിയിരുന്നു, ഏതോ ജോണി വോക്കർ ഏതൊരു ബ്രാൻഡിൻ്റെ. സോ ഇത് എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല ഫ്ലവർ വേസ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ എന്ന്. സോ അതാണ് ഇത്. ഈ ഒരു എക്സാക്ട്ലി സെയിം അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു സിമ്പിൾ ആയിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ബ്രഷ് സ്ട്രോക്ക് പോലെ യൂസ് ചെയ്തിട്ട്, ജസ്റ്റ് ഒരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയി വന്നു, അതിൻ്റെ കളർ, ആ പേസ്റ്റൽ കളേഴ്സൊക്കെ ആയിട്ട്. സോ ഈ പെയിൻറ്റ് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിതൊരു ഫ്ലവർ വേസ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലിൻ്റെ മുകളിൽ ഫസ്റ്റ് നമുക്ക് ആക്രിലിക് ജെസ്സോ വെച്ചിട്ട് ഒരു സോക്സ് വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കാം. ഈ ആക്രിലിക് ജെസ്സോ യൂസ് ചെയ്ത പെയിൻറ്റ് നല്ലോണം അതിൽ ബോട്ടിലോട്ട് സ്റ്റിക്കാവും, പിന്നെ പീലായി പോകത്തില്ല. അതുകൊണ്ടാണ് ജെസ്സോ ഇടുന്നത്. ഈ ബേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ച്വലി ഒരു സ്കൈ ബ്ലൂ കളറാണ്. പിന്നെ ഒരു കുറച്ച് യെല്ലോ, പിന്നെ കുറച്ച് വയലറ്റും കൂടിയും മിക്സ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, ആ ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഏത് പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ലെയർ അടിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ലെയർ ഡ്രൈ ആയിട്ട് സെക്കൻഡ് ലെയർ പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ ജെസ്സോ 2 layers ഓഫ് ജെസ്സോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ മോസ്റ്റ്ലി ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് എവറി ടൈം ഞാൻ സോക്സ് വെച്ചാണ് ചെയ്യണത്. സെക്കൻഡ് ലെയർ ചെയ്യണത് ബ്രഷ് വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ ബേസ് കോട്ടും ഡ്രൈ ആയിട്ടുണ്ട്. സോ വിൻസെന്റ് വാൻ ഗോ ഓൾമോസ്റ്റ് ഇൻസ്പിറേഷൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ചസ് ഡ്രോ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഈ റെഫറൻസ് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എടുത്താൽ മതി, കുറേ ഇമേജസ് വരും. സോ ഈ ബ്രാഞ്ചസ് അങ്ങനെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. എക്സാക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ബ്രാഞ്ച് പെയിൻറ്റ് ചെയ്തിട്ടില്ല, 2 മെയിൻ ബ്രാഞ്ച് മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ഔട്ട്ലൈനാണ് ഡ്രോ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ലൈൻ ലൈനർ ബ്രഷ് വെച്ച് യൂസ് ചെയ്തു. ഉള്ളിൽ ഫില്ല് ചെയ്തത് റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലെ കളറ് കുറച്ച് ബ്രൗണും കുറച്ച് ഗ്രീനുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലവറിന് വേണ്ടി ഞാൻ കുറച്ച് ഗ്രേ, കുറച്ച് ഗ്രീൻ, ഒരു കുറച്ച് പിങ്ക് കളർ എടുത്ത് വളരെ ലൈറ്റായിട്ടാണ് എൻ്റെ ഫസ്റ്റ് ലെയർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വൈറ്റ് ഹൈലൈറ്റ് കൊടുക്കണേ. പിന്നെ അതിൻ്റെ മുകളിൽ പിങ്കും കൊടുത്തിരിക്കുന്നത്. വിൻസെന്റ് വാൻ ഗോ ആക്ച്വലി കുറച്ച് ഔട്ട്ലൈൻസും കൂടിയും കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറ് ഈ ചില ഫ്ലവറിൻ്റെ ചില പെറ്റൽസിന്. വിൻസെന്റ് വാൻ ഗോന് ഒരു ഗുഡ് ന്യൂസ് ബ്രദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അത് ബ്രദറിന് ഒരു കുഞ്ഞുണ്ടാകാൻ പോവാന്ന്. സോ അന്നേരം വിൻസെന്റ് വാൻ ഗോ കുഞ്ഞിന് വേണ്ടി, ബ്രദറിൻ്റെ കൊച്ചിന് വേണ്ടി പെയിൻറ്റ് ചെയ്ത ഒരു ആർട്ടാണ് ഈ ആൽമണ്ട് ബ്ലോസം. ന്യൂ ബിഗിനിങ് എന്നുള്ള മീനിങ് വെച്ചിട്ട് കൊച്ചിൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. ആ ടൈമിൽ വിൻസെന്റ് വാൻ ഗോ ഒരു
അസൈലമിലായിരുന്നു. ബിക്കോസ് ഹി വാസ് സഫറിങ് ഫ്രം സൈക്കോട്ടിക് ഡിസോർഡർ. കുറേ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 37 ഇയേഴ്സ് ആയപ്പോഴും തന്നെ ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് ചെയ്തത്. സോ അവർ ജീവിച്ചിരുന്ന ടൈം, അവരുടെ ലൈഫ് ടൈമിൽ അവരുടെ ആർട്ട് അത്ര ഫേമസ് ആയില്ല, ഇംപ്രഷനിസ്റ്റ് ആർട്ട്. ബിക്കോസ് ആൾക്കാരെല്ലാം അത്ര ആക്സെപ്റ്റ് ചെയ്തില്ല ഒരു ഡിഫറെൻറ്റ് ടൈം കൊണ്ട്. ബട്ട് ലേറ്റർ ഓൺ കുറേ ആർട്ടിസ്റ്റ്, ഇപ്പം മോസ്റ്റ്ലി കാണുന്ന കുറേ ആർട്ടിസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പോഴത്തെ ആ കണ്ടംപററി ആർട്ട് ഫോം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. സോ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ബ്രദർ തിയോ ആണ് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ എല്ലാ പെയിൻറ്റിങ്ങിനെയും പിന്നെ സെല്ല് ചെയ്തതും ഒരു ഏജൻറ്റായിട്ട്. ദേ വെയർ ആക്ച്വലി ഏജൻറ്റ്സ്, ആർട്ട് ഏജൻറ്റ്സ് ആയിരുന്നു രണ്ട് ബ്രദേഴ്സും. പിന്നെ ഇപ്പോഴും അവരുടെ കുറേ പെയിൻറ്റിങ്സ് വിൻസെൻ്റ് വാൻ ഗോഗ് മ്യൂസിയം ആംസ്റ്റർഡാമിലുണ്ട്. സെയിം ഫാമിലി തന്നെ, അവരുടെ ഫാമിലി തന്നെയാണ് ഓൺ ചെയ്യുന്നത്. സോ കുറേ അവരുടെ ഈച്ച് പെയിൻറ്റിങ്ങിൻ്റെ ബിഹൈൻഡ് ഓരോ സ്റ്റോറി ഉണ്ട്. അതാണ് അവരുടെ പെയിൻറ്റിങ്ങിന് ഇത്രയും ഫേമസ് ആക്കുന്നത്. സോ ഈ പെർട്ടിക്കുലർ പെയിൻറ്റിങ് ഇപ്പോഴും തിയോയുടെ ഗ്രാൻഡ് സണ്ണ് ഓൺ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് സണ്ണ് റൺ ചെയ്യുന്നുണ്ട് മ്യൂസിയം. അവരിപ്പോഴും അവരുടെ മ്യൂസിയമിൽ ഈ ആൽമണ്ട് ബ്ലോസം വെച്ചിട്ടുണ്ട്. ഇത് ഇനിഷ്യലി 2 feet by 3 feet ഡയമെൻഷനിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഇവിടെ ഞാൻ ചെറുതായിട്ട് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ സ്ട്രോക്സ് കോപ്പി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബ്രൗൺ ലൈൻസ് കാണാമായിരിക്കും. ബട്ട് മോസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റണം, നമുക്ക് സാധാ ആർട്ടിസ്റ്റിന് എങ്ങനെയാണ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാനിവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന റൗണ്ട് ബ്രഷസ് മാത്രമാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആർട്ട് കാണാനും ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ ഒന്നും മിസ്സാകാതെ കാണാനും പറ്റും. ഇവിടെ ബേസ് കളർ ബ്ലൂ ഞാൻ കൊടുത്തിരിക്കുന്ന യൂണിക്കോൺ സ്പിറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ്. ഫ്ലവേഴ്സും ബാക്കിയെല്ലാം ഞാൻ മാസ്റ്റേഴ്സ് ടച്ച് എന്ന് പറയുന്ന ആക്രിലിക് പെയിൻ്റ് ആണ് ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സീ യു. It's so beautiful, you and me.